എന്തായാലും മിഗാൽ സ്റ്റാറയുടെ ടാക്ടിക്സ് ഒന്നും വർക്കാവുന്നില്ല എന്ന് തന്നെ പറയണം. ടാക്റ്റിക്കലി ഉള്ള പ്രോബ്ലം തന്നെയാണ്, നമുക്കത് കളി കണ്ടാൽ മനസ്സിലാവും. കാരണം എപ്പോഴും ആ ഒരു വിങ്ങും ആ ഒരു ഒന്നെങ്കിൽ അഡ്രിയാലൂണ കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ നോവാസതി കോൺസെൻട്രേറ്റഡ് ആയിട്ട് കളിക്കുകയാണ്. ഒരു ടീം ഗെയിം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതാണ് നമുക്ക് വേണ്ടത്. ബംഗളൂരുവിനെ നോക്കി കഴിഞ്ഞാൽ അവരൊരു ടീം ഗെയിമാണ് കളിക്കുന്നത്. അവരാരെയും ഫോക്കസ് ചെയ്ത് കളിക്കുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട പ്ലെയർ, ആ ഒരു പ്ലെയറെ ഫോക്കസ് ചെയ്യണം, അദ്ദേഹത്തിലേക്ക് ബോൾ എത്തിക്കണം എന്നുള്ളൊരു സംഭവം ഒന്നും അവർ ചെയ്യുന്നില്ല. അവരാണെങ്കിൽ ഒരു ടീം പ്ലേ ആണ് കളിക്കുന്നത്. ഇവിടെ ടീം പ്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 1-2 പ്ലേയേഴ്സിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടൊരു കളിയാണ് മിഗാൽ സ്റ്റാറ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ ലോങ് ബോൾ അല്ലെങ്കിൽ വിങ്ങിക്കുള്ള അറ്റാക്ക്. ഈ ഒരു സെയിം മോഡ് ഓഫ് ഗെയിമാണ് കളിക്കുന്നത്. നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ മിഡ്ഫീൽഡേഴ്സായ വിപിൻ ആണെങ്കിലും ഫ്രെഡി ആണെങ്കിലും അവർ ഷോർട്ട് പാസിന് കൂടുതൽ ഇത് കിടക്കുന്ന ഒരു പ്ലേയേഴ്സാണ്. ലോങ് ബോളൊക്കെ അവർക്ക് കുറച്ച് പാടായിട്ടുള്ള 2 പ്ലേയേഴ്സാണ് വിപിനും ഫ്രെഡിയും. അവരെ വെച്ച് ഷോർട്ട് പാസ് കളിപ്പിക്കുന്നതാണ് നല്ലത്. നിങ്ങളാണ് നോക്കിയാൽ മതി, ഷോർട്ട് പാസ് കളിച്ച സമയത്താണ് നമുക്ക് 2 ഗോൾ വന്നത്. അത് കഴിഞ്ഞ് പിന്നെയും ലോങ് പോയി, ആ ഒരു ലോങ് ടൈപ്പ് ഓഫ് ഗെയിം ആയതുകൊണ്ടാണ് പിന്നെയും പോയത്. നമ്മുടെ മിഡ്ഫീൽഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ കളിക്കണം. ലോങ് ബോൾ അങ്ങനെ ടൈപ്പ് ഓഫ് മിഡ്ഫീൽഡ് അല്ല നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ഫ്രെഡി വിവിനൊക്കെ ഷോർട്ട് പാസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്ലേയേഴ്സാണ്. ആ ടൈപ്പ് ഓഫ് ഗെയിം വേണം കളിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും സ്റ്റിൽ ടാക്റ്റിക്കൽ പ്രോബ്ലംസിലൂടെയാണ് നമ്മൾ തോറ്റത്, അല്ലാതെ നമ്മുടെ പ്ലേയേഴ്സ് ഇല്ലാഞ്ഞിട്ട് ഒന്നുമല്ല. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, നമ്മുടെ പേപ്പർ തന്നെ നോക്കിയാൽ മതി. വൺ ഓഫ് ദി ബെസ്റ്റ് ഫോർവേഡ്സാണ് നമുക്കുള്ളത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മോഹൻ ബഗാൻ്റെ കാര്യം തന്നെ നോക്കിയാൽ മതി. അവർക്ക് ഫോർവേഡ്സ് വെച്ചാണ് അവർ കളിക്കുന്നത് തന്നെ, ഫുൾ കളിയാൻ നോക്കി കഴിഞ്ഞാൽ. എന്തായാലും ടാക്റ്റിക്കലി ഉള്ള പ്രോബ്ലമാണ് മിഗാൽ സ്റ്റാറ. എനിക്കറിയില്ല അദ്ദേഹം ഈ ഒരു ടാക്റ്റിക്സൊക്കെ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ദുരന്തമായിരിക്കും നമുക്ക് ഈ ഒരു സീസൺ. ദുരന്തം എന്ന് വെച്ചാൽ ദുരന്തം. വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഇവാൻ വുക്കോവിച്ചിനെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ മാനേജ്മെൻറ്റ് ഭാഗത്ത് നോക്കുമ്പോൾ അത് ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം പിന്നെ ഇനിയും പൈസ കൊടുക്കണം, പിന്നെ മറ്റുള്ള കാര്യം കോമ്പൻസേഷൻ കൊടുക്കണം, അസിസ്റ്റൻസ് കൊടുക്കണം. അതൊക്കെ നോക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് കോച്ചിനെ കൊണ്ടുവരുന്നത് മാനേജ്മെൻറ്റ് നഷ്ടം വരുന്നൊരു സംഭവമാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഇതിലേക്ക് അടുത്തൊരു കട ഗുഡ് ബൈ.